തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് പത്മനാഭസ്വാമിയുടെ നിറപുത്തരിക്കായുള്ള നെൽക്കതിരുകൾ തിരുവനന്തപുരം മേയർ നേരിട്ട് ചുമന്ന് ക്ഷേത്രനടയിൽ എത്തിക്കുന്ന അപൂർവ നിമിഷങ്ങൾക്കാണ് ഇന്ന് നമ്മൾ സാക്ഷിയാവുന്നത്. പുത്തരിക്കണ്ടത്തിൽ ഞാറ് നട്ട് വിളയിച്ച നെൽക്കതിരുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നിറപുത്തരി ദിവസത്തിൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്, നിവേദ്യം കൊടുക്കുന്നത് ഈ നെല്ലുപയോഗിച്ചായിരിക്കും ഈ സങ്കല്പം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്ക് കുറേ കാലം വെച്ച് ഇത് നിലച്ചുപോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് നിവേദ്യം നടത്തുവാനുള്ള നെന്മണികൾ പുത്തരിക്കണ്ടം മൈതാനത്തിൽ തന്നെ ഒരുക്കുന്ന പാടത്തിൽ ഞാറ് നട്ട് വിളയിച്ച് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഭരണസമിതി അധികാരത്തിലേറി ആദ്യത്തെ മാസം തന്നെ സംസ്ഥാന കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ ഞാറ് നട്ടു, പാടമൊരുക്കി ഞാറ് നട്ടു. വളരെ കൃത്യമായിട്ട് ഇതിനെ പരിപാലിച്ച് കോർപ്പറേഷന്റെ ജീവനക്കാരും സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും മേൽനോട്ടം നൽകി അവിടെ ഞാറ് നട്ടു, നെന്മണികൾ വിളയിച്ചു. ഇന്ന് രാവിലെ അതിന് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് നടത്തി. കഴക്കൂട്ടം MLA ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെ പങ്കെടുത്തു. കൗൺസിലർമാരും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരും ഒക്കെ പങ്കെടുത്തു. വളരെ ആചാരാനുഷ്ഠാനങ്ങളോടെ ഇന്ന് വൈകുന്നേരം ശ്രീ കരമനന്ദിയൻ, ശ്രീ വേലപ്പൻ നായർ ഉൾപ്പെടുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയെ നെൽക്കതിരുകൾ ഏൽപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ ക്ഷേത്ര ഭരണസമിതിയാണ് ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ എന്നല്ല, കേരളത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ മുഴുവൻ അഭിമാനമായിട്ടാണ് ഈ മഹോത്സവത്തെ ജനങ്ങൾ ആചരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് വാഗ്ദാനം കൊടുത്തതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തത്